ഭിന്നശേഷിക്കാരനായ വില്ലേജ് ഓഫീസർക്ക് നേരെ പ്രതികാര നടപടി. ശാരീരിക പരിമിതികൾ വകവയ്ക്കാതെ പന്മന വില്ലേജ് ഓഫീസർ രാധാകൃഷ്ണ പിള്ളയെ സ്ഥലം മാറ്റി. സ്ഥലം മാറ്റത്തിന് പിന്നിൽ ഭൂമാഫിയയുടെ ഇടപെടൽ ഉണ്ടെന്നാണ് ആക്ഷേപം. ഭരണകക്ഷിയിൽപ്പെട്ട ചിലരുടെ നിലം നികത്തൽ തടഞ്ഞതിലുള്ള പ്രതികാരമാണ് നടപടിയെന്നാണ് ആരോപണം. സർക്കാർ നടപടി ക്രൂരതയാണെന്ന് ഭൂമാഫിയക്കെതിരെ വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകിയ പ്രണാബ് എസ് മംഗലത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇതൊരു പ്രതികാര നടപടി തന്നെയാണ്. കാരണം ഈ വലിയ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം 2 ഏക്കറിലധികം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട വസ്തു നികത്താൻ നടത്തിയ നീക്കത്തിനെതിരെ വില്ലേജ് ഓഫീസർ എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുകയും സ്റ്റോപ്പ് പമ്പ് കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ ആ സ്റ്റോപ്പ് പമ്പയെ പോലും ലംഘിച്ചുകൊണ്ട് കരുനാഗപ്പള്ളി തഹസീൽദാർ ഉൾപ്പെടെയുള്ള ഈ റവന്യൂ അധികാരികളുടെ ഒത്താശയോടുകൂടി വില്ലേജ് ഓഫീസറെ നോക്കൂത്തിയാക്കിയിരുത്തിക്കൊണ്ട് ഈ വലിയ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഉടമകൾ ഈ വസ്തു നികത്തുകയും അതിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിലെല്ലാം ശക്തമായ നടപടിയാണ് വില്ലേജ് ഓഫീസറുടെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തിന് വൻതുക കൈക്കൂലി വാഗ്ദാനം ചെയ്തിട്ട് പോലും ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള ഭീഷണികൾ പോലും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ശക്തമായ. ഷമീർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ഷമീർ, ഗുഡ് മോർണിംഗ്. ശരിക്കും എന്താ ഷമീർ ഈ വിവാദത്തിന് അടിസ്ഥാനം? സേതു, ഗുഡ് മോർണിംഗ്. ഈ വിവാദത്തിന് അടിസ്ഥാനം ഈ വില്ലേജ് ഓഫീസർ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച ഒരു വില്ലേജ് ഓഫീസറാണ്. അദ്ദേഹത്തിന് സ്ഥലം മാറ്റണമെങ്കിൽ 85% അദ്ദേഹത്തിന് വൈകല്യമുള്ള ആളാണ്. ആ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ അറിയാം, അദ്ദേഹത്തിന് പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ഒരാൾ. അദ്ദേഹം മികച്ച വില്ലേജ് ഓഫീസറായി 2023 തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ. അത്തരത്തിൽ വീടിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളിനെ ഒരു കാരണവും കൂടാതെ വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് സ്ഥലം മാറ്റുന്നു. 10 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നത്. അദ്ദേഹത്തിന് സഞ്ചരിക്കുന്നത് പോലും നമുക്ക് കാണാം. അദ്ദേഹം ഒരു വാഹനത്തിൻ്റെ സഹായത്തോടു കൂടി സഞ്ചരിക്കുന്നു. ഓഫീസിലേക്ക് കയറാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റുന്നത്. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഡി രാധാകൃഷ്ണപിള്ള തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഭൂമാഫിയക്കെതിരെ പന്മന മേഖലയിൽ നിരന്തരം നടപടിയെടുത്ത ഒരു ഓഫീസർ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഭൂമാഫിയയുടെ ഇടപെടൽ മൂലമാണ് തന്നെ സ്ഥലം മാറ്റിയത്. താൻ എവിടെ പോയാലും നീതിയുക്തമായി ജോലി ചെയ്യുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് ജോലി വിട്ടത്. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഓർഡർ കളക്ടർ ട്രാൻസ്ഫർ ഓർഡർ ഇറക്കുന്നു. അതുപോലെ തന്നെ 18-ാം തീയതി തഹസിൽദാർ വിടുതൽ നൽകുന്നു. അതിൻ്റെ ഓർഡർ പോലും അദ്ദേഹത്തിൻ്റെ കൈ കിട്ടുന്ന 19-ാം തീയതിയാണ് അദ്ദേഹത്തിനെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് വിടുതൽ നൽകുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു വില്ലേജ് ഓഫീസറെ അവിടെ നിന്ന് സ്ഥലം മാറ്റുന്നത് ഇത്തരത്തിലൊരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് എന്നാണ് ഇപ്പോൾ പരാതിക്കാരനായ പ്രണാബ് പോലും പറയുന്നത്. നിരവധി ഇടങ്ങളിൽ അവിടെ ഭൂമാഫിയയുടെ നിലനികത്തലുണ്ട്. ഭരണകക്ഷിയുടെ ആളുകളിൽപ്പെട്ട ചില ആളുകളാണ് ഇത്തരത്തിൽ ഭൂമാഫിയയ്ക്ക് വേണ്ടി അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ഡി രാധാകൃഷ്ണപിള്ളയെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയത് എന്നാണ് നമുക്ക് നവീൻ ബാബുവിൻ്റെ അടക്കമുള്ള കേസുകൾ നമുക്കറിയാം. അദ്ദേഹത്തെ അത്രത്തോളം മെന്റലി കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥലം മാറ്റൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ വാർത്ത കാണുന്ന വകുപ്പ് മന്ത്രിയെങ്കിലും ഒന്ന് ഇടപെടണം എന്നൊരു ആവശ്യം കൂടി അദ്ദേഹത്തിനുണ്ട്. അതായത് സ്വന്തമായി ഒന്ന് നടക്കാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരാളെ 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത് നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇത് ഭൂമാഫിയകളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം പോലും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഓക്കെ ഷമീർ, നിശ്ചയമായും പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ അത് വകുപ്പ് മന്ത്രിയുടെ കൂടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ പെടുത്തുകയാണ്. ഇപ്പം ഷമീർ അവസാനം പറഞ്ഞ പോലെ സ്വന്തമായിട്ട് നടക്കാൻ പോലും ശേഷിയില്ലാത്ത, പ്രാഥമിക കാര്യങ്ങൾ പോലും ശേഷിയില്ലാത്ത ഒരാളിനോട് ഈ ചെയ്യുന്നത് ക്രൂരതയാണ്. അനുഭാവപൂർണമായ നടപടി പ്രതീക്ഷിക്കുന്നു.